എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മാലമോഷണ കേസിൽ കൗൺസിലർ അറസ്റ്റിലായതിന്റെ ഞെട്ടലിൽ CPM നേതൃത്വം. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞൂന്ന് എല്ലാ പ്രതിസന്ധികളെയും ആക്രമണങ്ങളെയും നേരിടാനും ചെറുത്തു നിൽക്കാനുമൊക്കെ പാർട്ടി സഖാക്കളാകെ ധീരമായ നേതൃത്വങ്ങൾക്ക് പിന്നിൽ അണിനിരന്നതും. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. CPM കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭ നൂഞ്ഞമ്പായി വാർഡ് കൗൺസിലറുമായ PP രാജേഷാണ് വയോധികയുടെ 1 പവന്റെ സ്വർണ്ണമാല കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായത്. CPMകാര് എവിടെ സ്വർണം കണ്ടാലും കക്കുവാണല്ലോ. അതിപ്പോ അയ്യപ്പന്റെ സ്വർണ്ണമാണേലും ശരി, വയോധികയുടെ മാലയാണേലും ശരി, വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ജോലി വേണ്ടെന്ന് വെച്ചെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. കേരളം എന്തൊരു മാറ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുൻകൈ എടുത്തത് നമ്മുടെ സഖാവ് കാരണഭൂതൻ. അഭിവാദ്യങ്ങൾ സഖാവേ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ തുറക്ക്. തല തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാനോ? അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റുപാടും ആകെ മൊത്തം കള്ളന്മാരാണ്. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിന് കക്കാണ്ടിരിക്കണം? മോഷണത്തിന്റെ ഒരു ഹര പറഞ്ഞത് ഇതാദ്യായിട്ട്. വലിയ നേതാക്കൾ കിലോ കണക്കിന് സ്വർണം കക്കുമ്പോഴേ കുട്ടി നേതാവായ ഞാൻ ഒരു പവന്റെ മാലയെങ്കിലും കട്ടില്ലെങ്കിലേ പാർട്ടി എന്ത് വിചാരിക്കുമെന്ന് തോന്നിക്കാണും. പുള്ളിക്ക് പക്ഷെ ഇവിടെ തെറ്റിപ്പോയി. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുലിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയും. നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. വമ്പൻ സ്രാവുകൾക്ക് കിട്ടുന്ന സംരക്ഷണം ചെറിയ പരലുകൾക്കൊക്കെ എവിടെ കിട്ടാനാ ചങ്ങാതി? അത് ഓർത്തില്ല. കൊള്ളാം. ഇവിടെ നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. മൂത്ത സഖാക്കൾ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. അണികൾ പൊതുജനത്തെ കൊള്ളയടിക്കുന്നു. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും സാർ. ശരിയായിക്കോളും സാർ. മറ്റൊരു വരാം. രാജേഷ് കുറ്റം സമ്മതിച്ചാലും CPM സമ്മതിക്കൂല. പിന്നെ സംഗതി വാർത്തയായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഖാക്കളുടെ തൊലി ഉരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആകെ നനഞ്ഞ പിന്നെ കുളിരൂലല്ലോ. കേരളത്തിൽ പിടിച്ചുപറി, മോഷണം, അടിച്ചുമാറ്റൽ, കൊലപാതകം, കഞ്ചാവ് കച്ചവടം, MDMA, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണമുരുക്കി മാറ്റൽ, ക്ഷേത്രമോഷണം, ദേവസ്വം മോഷണം, പാർട്ടി ഓഫീസിലെ പീഡനം, കൈക്കൂലി, ന്യൂനപക്ഷ പീഡനം, മാലമോഷണം. ഇതിനൊക്കെ പിന്നിൽ ഇനി ആരാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ചൂട് ക്യാപ്സ്യൂൾ ചൂടോടെ റെഡി. ഒരു മനുഷ്യന് ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ അവിവേകമാണ് രാജേഷിന് പറ്റിപ്പോയി. ഇനി മാധ്യമങ്ങളും സമൂഹവും രാജേഷിനെ ഒറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കാനാണോ ഉദ്ദേശം? ഇതാണ് ഇപ്പോഴത്തെ ക്യാപ്സ്യൂൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും ഇത് ദഹിച്ചല്ലോ. അപ്പൊ ശരി. ഉന്നം പഠിച്ചു പോയാ